ഡിപ്പാർട്ട്മെന്റ്. അടുത്തതായി നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറീസിനെ കുറിച്ച് സംസാരിക്കാനായി to talk about the service and technical segment, I'd like to welcome Mr. Mahesh Saurav R, who's our service technician. നല്ലൊരു കൈഡിയോടെ let's welcome Mahesh Saurav. ഗുഡ് ഈവനിങ്. ന്യൂ ഇന്ത്യ ഡീലർ മീറ്റിലെത്തിയിരിക്കുന്ന ഡീലേഴ്സ്, മറ്റതിഥികളെ, എൻ്റെ പേര് മഹേഷ്, മെക്കാനിക്കൽ സർവീസ് ടെക്നീഷ്യൻ. അതിൽ പ്രഷർ വാഷർ ഹാൻഡിൽ ചെയ്യുന്നു. തീർച്ചയായും ക്ലയൻറ്റിൻ്റെ ജെന്യുവിൻ ഫീഡ്ബാക്ക് ആണെങ്കിൽ സ്പെയർസ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ സംസാരിക്കണം. ഈ ഫീഡ്ബാക്ക് ന്യൂ ഇന്ത്യ ലോഞ്ച് ചെയ്യുന്ന ഓരോ മിഷീൻ്റെയും ക്വാളിറ്റിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഈ മുഖവരോടുകൂടി ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏകദേശം 30-ലധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർവീസ് ടെക്നീഷ്യൻസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഒരു മിഷ്യൻ സെൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഏകദേശം 30 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർവീസ് ടെക്നീഷ്യൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഒരു മിഷ്യൻ പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സർവീസിന് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സിൻ്റെ ലഭ്യത ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സ് ഷോർട്ടേജ് ഉണ്ടാകുന്നത് വളരെ കുറവാണ്. ന്യൂ ഇന്ത്യയുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സിസ്റ്റമാറ്റിക് ആണ്. ഒരു മെഷീൻ സെൽ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വാറണ്ടി കാർഡും വിത്ത് ഇൻവോയ്സ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഇത് പിന്നീട് സർവീസിന് വരുമ്പോൾ അതിൻ്റെ വാറണ്ടി സ്റ്റാറ്റസ് മനസ്സിലാക്കാനും വാറണ്ടി ഉള്ള മെഷീൻ്റെ സർവീസ് പ്രയോറിറ്റി ബേസിൽ വേഗത്തിലാക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു മെഷീൻ സർവീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് മെഷീൻ ചെയ്യാനുള്ള എക്സ്പേർട്ട് ടെക്നീഷ്യൻ അസൈൻ ചെയ്യുന്നു. സ്പെസിഫിക് മെയിൻ്റനൻസ് എക്യുപ്മെൻറ്റ്സും ഹൈ ക്വാളിറ്റി ടൂൾസുമാണ് ഞങ്ങളുടെ സർവീസ് സെൻറ്ററിലുള്ളത്. കൂടാതെ കസ്റ്റമറിനെ നേരിട്ടോ അല്ലെങ്കിൽ ഡീലേഴ്സിനെ വിളിച്ച് ഞങ്ങൾ കംപ്ലയിൻറ്റ് മനസ്സിലാക്കിയതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തി ഞങ്ങൾ കസ്റ്റമറിനെയോ ഡീലറിനെയോ വിളിച്ച് ഞങ്ങൾ കംപ്ലയിൻറ്റ് മനസ്സിലാക്കി ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തി അപ്ലോഡ് ചെയ്യുകയും കസ്റ്റമറിനെ ഞങ്ങൾ നേരിട്ട് വിളിച്ചോ സെയിൽസ് എക്സിക്യൂട്ടീവ് വഴിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രീ ജോജി സാർ വഴിയോ ഡീലറിനെ വിളിച്ച് അറിയിക്കുന്നതാണ്. ഈ ഒരു അവസരത്തിൽ മിഷീൻ്റെ സർവീസ് മെയിൻ്റനൻസിനെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി എയർ കംപ്രസർ. ഇത് നിങ്ങൾക്ക് നൽകുന്ന നോട്ട് പാഡിൽ കുറിച്ചിടാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എയർ കംപ്രസർ ആദ്യത്തെ 50 മണിക്കൂറിന് ശേഷം ഓയിൽ ചേഞ്ച് ചെയ്യുക. പിന്നീട് വരുന്ന ഓരോ 200 മണിക്കൂറിലും ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ ഓയിൽ ഗ്രേഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഓയിൽ ഗ്രേഡ് 2040 എന്ന ഓയിൽ ഗ്രേഡാണ് എയർ കംപ്രസറിൽ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഓയിൽ ലെവലും ഡെയിലി ചെക്ക് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. പിന്നെ ഓരോ ഉപയോഗത്തിന് ശേഷവും ടാങ്ക് ഡ്രെയിൻ ചെയ്യുക, എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുകയും പെയിൻറ്റിങ് വർക്കുകൾക്ക് ചെയ്യുമ്പോൾ മോയ്സ്ചർ ഫിൽറ്റർ ഉപയോഗിക്കുന്നതും ഉചിതമായിരിക്കും. ബെൽറ്റിൻ്റെ ചലനവും ഉറപ്പുവരുത്തുന്നതും പരിശോധിക്കുന്നതും വളരെ ആവശ്യമാണ്. അടുത്തത് പ്രഷർ വാഷർ. ആദ്യത്തെ പ്രഷർ വാഷറും ഇതുപോലെ തന്നെ ആദ്യത്തെ 50 മണിക്കൂർ ഓയിൽ ചേഞ്ച് ചെയ്യിക്കും. പിന്നീട് വരുന്ന ഓരോ 100 മണിക്കൂറിനും ഓയിൽ ചേഞ്ച് ചെയ്യുകയും വേണം. 15-40 എന്ന ഡിഗ്രിയിലുള്ള സിന്തറ്റിക് ഓയിലാണ് പ്രഷർ വാഷറിൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പ്രഷർ വാഷർ യൂസ് ചെയ്യുമ്പോൾ എർത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. പിന്നെ ഉപയോഗത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ ഫിൽറ്റർ വൃത്തിയാക്കേണ്ടതും വളരെ ആവശ്യമാണ്. പിന്നെ ഓരോ മെഷീൻ്റെ കൂടെയും നൽകിയിരിക്കുന്ന നോസിൽ ടിപ്പ് അതും മാത്രം തന്നെ ഉപയോഗിക്കേണ്ടതും വളരെ നിർബന്ധമാണ്. ഇത് മെഷീൻ്റെ പ്രഷറിലും അതുപോലെ തന്നെ ആംബിയർ വ്യത്യാസത്തിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അടുത്തത് എയർലെസ് പെയിൻറ്റ് സ്പ്രെയർ. പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഹോസിലൂടെ മതിയായ രീതിയിൽ വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഇനാമൽ പെയിൻറ്റ് ഉപയോഗത്തിന് ശേഷം ടിന്നർ ഉപയോഗിച്ചും ക്ലീൻ ചെയ്യേണ്ടതാണ്. മിഷീൻ്റെ അകത്ത്, അതായത് മിഷീൻ്റെ ഹോസിലും ഗണ്ണിലും ഈ പെയിൻറ്റോ അല്ലെങ്കിൽ ഈ പുട്ടി വർക്ക് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അതാണ് 2 രീതിയിൽ പറഞ്ഞു. ഇനാമൽ പെയിൻറ്റ് ചെയ്യുമ്പോഴും അതുപോലെ പുട്ടി വർക്ക് ചെയ്യുമ്പോഴും 2 രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുപോലെ എൻജിൻ പ്രോഡക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ പ്രോഡക്റ്റ് 2 രീതിയിലുണ്ട്, 2 സ്ട്രോക്കും 4 സ്ട്രോക്കും. 2 സ്ട്രോക്ക്
1 ലിറ്റർ പെട്രോളിന് 40 ml എന്ന രീതിയിൽ 2T ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ 4 സ്ട്രോക്കിൽ ഓയിലും പെട്രോളും സെപ്പറേറ്റ് ആണ്. ഇത് രണ്ടും കറക്റ്റായിട്ട് മനസ്സിലായി കറക്റ്റ് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. 2 സ്ട്രോക്ക് ഉപയോഗിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. 4 സ്ട്രോക്കിൽ അതുപോലെ തന്നെ പെട്രോൾ സെപ്പറേറ്റും ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കേണ്ടതും വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ക്വാളിറ്റി ആൻഡ് പ്രൈസിങ്. ഗുഡ് ക്വാളിറ്റി ആൻഡ് അഫോർഡബിൾ പ്രൈസ് എന്നതാണ് ന്യൂ ഇന്ത്യയുടെ മോട്ടീവ്. ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ദൗത്യമാണ്. കൂടാതെ ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസ് സ്പെയർസിൻ്റെയും കസ്റ്റമർ ഓറിയൻറ്റഡ് പ്രൊഡക്ട്സിനും മറ്റേത് സ്ഥാപനത്തെക്കാളും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ന്യൂ ഇന്ത്യയുടെ സ്പെയർസ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ആശംസകളും നന്ദി അറിയിക്കുന്നു. 30 വർഷത്തിൻ്റെ ഈ വിജയാഘോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ സ്ഥാപനത്തിനും ആൻഡ്രൂ സാറിനും ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് താങ്ക് യു.